ബന്ധങ്ങളിൽ അതിർവരമ്പുകൾ ഉണ്ടാകട്ടെ, മനസ്സുകളിൽ അതിർത്തികൾ ഇല്ലാതാകട്ടെ. ഓല, ഞാൻ അരുൺ തഥാഗത്, കുഞ്ഞ് യാത്രികൻ, അതായത് വണ്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയാമെന്ന് എഴുതിയിട്ടാണ് ഈ വഴിയിൽ വെച്ച് ഞാനിത് കണ്ടപ്പോൾ നിർത്തിയത്. നോക്കി, വലിയ ഏക്കർ കണക്കിനല്ല, 1000 ഏക്കറൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും. അത്രയും പരന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇപ്പം എൻ്റെ യാത്രയിൽ ഞാൻ എഴുതിയേക്കുന്ന ബോർഡിനകത്ത് ഫോർ എ വേൾഡ് സയൻസ് ഫ്രോണ്ടിയേഴ്സ് ഉണ്ട്. അത് അതിർത്തികളില്ല ലോകം. അപ്പോൾ യൂറോപ്പിൽ വീടുകൾക്ക് മതിലുകളുണ്ടോ, അതിർത്തികളുണ്ടോ, ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട്. യൂറോപ്പിലെ എല്ലാ പറമ്പുകളും നോക്കി കാണാൻ വരുന്നതാണ്. ഇതുപോലെ ഇതിപ്പോൾ കൃഷിയിടമാണ്, ഇതപ്പുറത്തുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വീടുകളും ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അതിർത്തി തിരിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ അവർക്ക് അതിർത്തികളില്ലേ ഉണ്ട്. അവരുടെ അതിർത്തികൾ, രാജ്യത്തിൻ്റെ അതിർത്തികൾ ഓപ്പൺ ആയിരിക്കും. നമ്മളൊരു രാജ്യം കടന്നിട്ട് ഇപ്പം ഞാൻ 2-3 ദിവസം സ്പെയിനിലേക്ക് എത്തുമായിരിക്കും, ഒരാഴ്ചയ്ക്ക് എത്തുമായിരിക്കും. നമ്മളൊരു രാജ്യം കടന്ന് വേറൊരു രാജ്യം എത്തണം ഒരു വിധത്തിലും അറിയില്ല. സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലെ, അതുപോലെ പഞ്ചായത്തിനകത്ത് വിടാന്നൊക്കെ എഴുതില്ലേ, അതുപോലെ ഒരു കുഞ്ഞു ബോർഡ് എവിടെയെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഒരു തോടായിരിക്കും, ചിലപ്പോൾ റോഡായിരിക്കും, അത്രയേ ഉണ്ടാവുള്ളൂ. അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് അങ്ങനെ ഒന്നും അവിടെ ഉണ്ടെന്ന് അറിയില്ലേ, നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ അതിർത്തികളില്ലാത്ത ലോകം എന്ന് പറയുമ്പോൾ തന്നെ നോക്കുക, അവരുടെ ഇതെല്ലാത്തിലും അതിർത്തികളുണ്ട് താനും. അതായത് രാജ്യങ്ങൾ തമ്മിൽ പൊതുസ്ഥലങ്ങൾക്കകത്താണ് അതിർത്തികളില്ലാത്തത്. പലരും ചോദിക്കും, നീ വീട് വെച്ചാൽ മതിൽ കെട്ടില്ലേന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ശശി ഡ്രീംസ് എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി വന്നിട്ട് പറയുക, നമ്മൾ കേരളത്തിലാണ് വീട് വയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 6 അടി പൊക്കത്തിൽ മതിൽ കെട്ടണം എന്നാണ് പറയുന്നത്. കാരണം അയൽവക്കക്കാരുടെ ഇവിടെയൊക്കെ ഉള്ള CCTV ഉണ്ടല്ലോ, അയൽവക്കക്കാരുടെ CCTV മനസ്സിലാവുമല്ലോ. ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ വൈഫൈ ഐകളുമായിട്ട്. അത് എൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് എപ്പോഴും സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കുറേ ദിവസം താമസിച്ച ജർമ്മൻ ദമ്പതികൾ ഇവിടെ വീട്ടിൽ, ആരും അവിടേക്ക് വരില്ല. ഇവിടെ ഒരാളുടെയും വീട്ടിൽ വേറൊരാൾ വരിക പോലുമില്ല. അതായത് അതിർത്തികൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ്. കാണണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കാണാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സ്പേസുകൾ പൊതുവായിട്ടുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ കുറേ നേരമായി ചവിട്ടുന്നു, ഇരുന്നോട്ടെ ഞാനും. അങ്ങനെ അപ്പോൾ പബ്ലിക് സ്പേസുകൾ പൊതുവായിട്ടുള്ളതാണ്, എല്ലാവർക്കും ആയിട്ടുള്ളതാണ് പബ്ലിക് സ്പേസുകൾ. അവിടെ വന്നിട്ടാണ് മീറ്റ് ചെയ്യുക. ആ പബ്ലിക് സ്പേസിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കസേരയിൽ നമ്മൾ ഇരുന്നാൽ അത് നമ്മുടേതായി, നമ്മൾ എഴുന്നേറ്റ് മാറിയാൽ അത് മറ്റൊരാളുടേതായി. അതുപോലെയാണ് ഇവിടുത്തെ പബ്ലിക് സ്പേസുകൾ. അത് നേരം ആരാണോ ഉള്ളത് അവിടെയായി. പാർക്കുകളാകാം, റെസ്റ്റോറൻറ്റുകളാകാം, അവിടെ ഇരുന്നാണ് അവർ മീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലെ ടെൻറ്റ്, ഞാൻ ഫ്രാൻസിൽ മൊപ്പീലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ അവിടുത്തെ കൂടെ എൻ്റെ പരിപാടി അന്നേരം സമ്മറാണ്. എല്ലാ ദിവസവും പോവും, ബീച്ചിലിറങ്ങും, കുളിക്കും, തിരിച്ചു വന്നിട്ട് വെയിലത്ത് കിടക്കും. ആ ബെഡ്ഷീറ്റിൽ നമ്മളുടെ ടവല് വിരിച്ച ടൈൽ കിടക്കും, സായിപ്പ്മാരെ പോലെ തന്നെ. തിരിച്ച് വീണ്ടും പൊള്ളി തുടങ്ങുമ്പോൾ മറിഞ്ഞ് കിടക്കും, വീണ്ടും ഭയങ്കര ചൂടാകുമ്പോൾ വെള്ളത്തിൽ പോയി ചാടും, തിരിച്ച് കയറും. ഇതായിരുന്നു പരിപാടി. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ആദ്യമായിട്ട് ആ സമുദ്രത്തിലെ കൊടും തിരമാലകളിലും ഇതൊക്കെ ചെയ്തു. അത് കൊടും തണുപ്പായിരുന്നു, പക്ഷേ സീസൺ ഇതായതുകൊണ്ട്. പറയാൻ വന്നത്, അവിടെ വെച്ചിട്ട് ഒരു ടെൻറ്റ്, ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ ഒരു തണലിലിടും കണ്ടു, ഒരു ടെൻറ്റിൻ്റെ സൈഡിൽ. ടെൻറ്റ് അവിടെ ആളുകൾ നമുക്ക് ബീച്ചിലേക്കൊക്കെ ഉപയോഗിക്കാവുന്ന ചെറിയ ടെൻറ്റുകളൊക്കെ ഉണ്ട്, അതുമായിട്ടാണ് ഇവിടെ എല്ലാവരും സഞ്ചരിക്കുക. അപ്പോൾ ഈ ടെൻറ്റിൻ്റെ തണലത്തേക്ക് വെച്ചു. അപ്പോഴേക്കും അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ആൾ വേഗം തന്നെ പോകാൻ പറഞ്ഞു. കാരണം ആ ചുരുങ്ങിയ സമയത്ത് അത് അയാളുടെ സ്പേസാണ്. അതിർത്തികൾ ഇല്ലാതാകുമ്പോൾ തന്നെ നല്ല അതിർവരമ്പുകൾ ബന്ധങ്ങൾക്കിടയിലടക്കം എല്ലാത്തിലും ഉണ്ടാകുന്നത് നല്ലതാണ്. അതിർത്തികൾ വേണം, എന്നാൽ തുറന്ന ഇടങ്ങൾ ആവുകയും ചെയ്യണം. അതായത് സ്വകാര്യതകളിലേക്ക് മറ്റൊരാൾ കയറുന്ന കിടത്ത അതിർത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതുപോലെ നോക്കൂ, അപ്പുറത്തുണ്ട്. അപ്പോൾ അതിർത്തികളില്ലാ ലോകവുമായിട്ട് സഞ്ചരിക്കുന്ന ഞാൻ അത് തന്നെ പറയുന്നു, എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. സന്തോഷം, സ്നേഹം, കണ്ടുമുട്ടാം ഉടനെ തന്നെ.